കുക്കിങ്ങിന്റെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പം ബിരിയാണി റെസിപ്പി തന്നെ ആകാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെറിയ ചൂടായി വരുമ്പോഴത്തേനും ഈ കാണുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കുക. കൂടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പിട്ട് നല്ല രീതിയിലൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളതായിരിക്കണം. ഈ റൈസ് നമുക്ക് ഗീ റൈസ് മോഡലിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം ഒന്ന് സോട്ട് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അത് ഇത്തിരി കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റി അതായിരിക്കും കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഗീ റൈസിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ കൂട്ട് തയ്യാറാക്കി എടുക്കാം. അതിനായി ഒരു ചോട് കെട്ടിയുള്ള ബിരിയാണി പോട്ടിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക എന്നിവ ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക. ഞാനിവിടെ 1 കിലോ അരി എടുത്തിട്ടുള്ളത്. 1 കിലോ അരിക്ക് എൻ്റെ കണക്കെന്ന് പറയുന്നത് 15 പച്ചമുളകാണ്. മുളക് ഈ കാണുന്ന മുളകാണ് കേട്ടോ. നല്ല എരിവായിരിക്കും. 15 പച്ചമുളക് തന്നെ മതിയാവും. ഞാൻ ഇതിന്റെ അളവൊക്കെ വ്യത്യാസപ്പെടുത്തിയപ്പോഴത്തേന് എരിവ് കൂടിയും കുറഞ്ഞൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ 15 പച്ചമുളക് കറക്റ്റ്. മുളക് പൊടി ഇതിൽ ആഡ് ചെയ്യുന്നില്ല. സോ ഈ മുളക് തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഞാനൊരു 3 തൊണ്ടൻ മുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ കൂട്ടാം, പക്ഷെ എരിവില്ലല്ലോ, അതുകൊണ്ട് കൂട്ടിയാലും കുഴപ്പമില്ല. അതിനുശേഷം ഒരു 4 വലിയ സവാള നമുക്കൊന്ന് സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് വേണം നല്ല രീതിയിൽ വഴറ്റിയെടുക്കാനായിട്ട്. ബിരിയാണി ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് കുഴമ്പ് പോലെ ആവുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടെ ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ല രീതിയിൽ വഴറ്റി ആ പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു 1.5 കൈപ്പിടി നമ്മൾ പുതിനയില ആഡ് ചെയ്ത് കൊടുക്കുക. പുതിനയിലേക്കാണ് ഇതിന്റെ മെയിൻ ഐറ്റം. 1 പിടി മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒരു 1/2 കപ്പ് തൈര് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. തൈര് എന്ന് പറയുന്നത് അധികം പുളിയും വേണ്ട, എന്നാലൊട്ട് പുളി കുറവും പാടില്ല. ഒരു മീഡിയം പുളിയുള്ള തൈരാണ്. ഞാൻ ഇവിടെ 1 കിലോ റൈസിന് 2 കിലോ ചിക്കൻ നമുക്ക് എടുക്കാം കേട്ടോ. വീട്ടാവശ്യത്തിനാകുമ്പോൾ ലാവിഷ് ആയിട്ട് നമുക്ക് കഴിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് പീസ് കൂടിയായിരുന്നാലും കുഴപ്പമില്ല. ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള കണക്കല്ല. സോ നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടാവശ്യത്തിനായതുകൊണ്ട് 1 കിലോ റൈസിന് 2 കിലോ ചിക്കൻ വരെ ആഡ് ചെയ്യാം. ഇതിപ്പോ 2 പുറത്തുണ്ട്. ഇപ്പോൾ 2.5 കിലോ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. അപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്നല്ല വേകേണ്ടത്. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ആവശ്യമുണ്ട്. ഞാനിതേ പച്ചമുളക് അടിച്ച് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ വേകണം. 15 മിനിറ്റ് ഒന്നും വേകണ്ട, കാരണം ബിരിയാണി അതുകൊണ്ട് ഒരുപാട് അങ്ങ് വെന്ത് കഴിഞ്ഞാൽ ചിക്കൻ്റെ ഒരു ടെൻഡർനെസ് ഒക്കെ അങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരുപാട് അങ്ങ് വേകണ്ട. 10-12 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ കുക്കായി കഴിഞ്ഞാൽ മാറ്റി വെക്കാം. ഇനി ഇതൊരു ദമ്മിടുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇത് ഗസ്റ്റ് ഉള്ള ദിവസമായിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പാത്രത്തിൽ നമുക്ക് റൈസ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊരു വലിയ ഉരുളി എടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഉരുളി ചൂടാക്കി അതിന്റെ വെള്ളത്തിന്റെ ആ നനവൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ആ ചുറ്റും നമ്മൾ ചുറ്റിച്ചു കൊടുക്കുക. ഉരുളി മൊത്തത്തിലാവുന്ന കണക്ക് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ചിക്കനും ഗ്രേവിയും കൂടെ എടുത്ത് ഫുള്ള് ഒരു ലെയർ സെറ്റ് ചെയ്യുക. അതിന്റെ മേളിലേക്ക് നമ്മൾ ഒരു ലെയർ റൈസും കൂടെ സെറ്റ് ചെയ്യുക. റൈസ് കണ്ടല്ലോ, ഈ ഒരു അളവിനാണ് കുക്ക് ആവേണ്ടത്. റൈസ് വേവിക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. എന്നിട്ട് റൈസും കൂടെ ഇട്ടതിന് ശേഷം ഞാൻ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ള സവാളയും കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഇട്ട് കൊടുക്കുക. ശേഷം കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ലെയർ ചിക്കനും ഇട്ട് റൈസും ഇട്ട് ബാക്കി ഞാൻ ഈ കാണിച്ച ഐറ്റംസ് ഒക്കെ ഇട്ട് വീണ്ടും സെറ്റ് ചെയ്ത് വയ്ക്കുക. ആദ്യത്തെ 1 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചേക്കുക. അതിനുശേഷം തീ 1 മിനിറ്റിന് ശേഷം ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടിലിരുന്ന് തന്നെ എല്ലാം ഒന്ന് സെറ്റായി വരണം. എന്നിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് കോരി നമുക്ക് സെർവ് ചെയ്യാം. പക്ഷെ ഞാനങ്ങനെ ഒരു സൈഡിൽ നിന്ന് കോരി സെർവ് ചെയ്യുന്നതിന് വരെ ഫുൾ ഇങ്ങനെ മിക്സ് ചെയ്യാറുണ്ട് കേട്ടോ. ഫുള്ള് മിക്സ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ്റെ ഫുൾ ഫ്ലേവർ ഒക്കെ എല്ലാ റൈസിലും പിടിക്കും. വല്ലാത്തൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഈ ലുക്കൊക്കെ കണ്ടല്ലോ, കിടിലൻ ടേസ്റ്റ് ആണ്. മിന്റിന്റെ ഫ്ലേവർ, ചിക്കന്റെ ഫ്ലേവർ ഒക്കെ എല്ലാ റൈസിലും എല്ലാം പിടിച്ചിരിക്കും. കിടിലൻ ടേസ്റ്റ് ആണ്. നമുക്ക് കൂടെ എന്താ പറയാ, അച്ചാറും പപ്പടവും ഒരു സാലഡും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കിഡിലായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാനപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽഡ് റെസിപ്പി ഫുള്ള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ഡൗട്ട് ഉള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതനുസരിച്ച് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഓക്കെ, ബൈ.